UDFന്റെ മിന്നും വിജയത്തിന് പിന്നാലെ കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയാകുന്നത് നടൻ സിദ്ദിഖിന്റെ ശക്തമായ പ്രതികരണമാണ്. ഈ വിജയം കേവലം പിണറായി വിജയനോടുള്ള വിരോധം മാത്രമല്ലെന്നും മറിച്ച് ജനങ്ങളെ നയിക്കാൻ പ്രാപ്തനായ ഒരു നേതാവ് കൂടെയുണ്ടെന്ന ഉറച്ച വിശ്വാസവും ഈ വിജയത്തിന് പിന്നിലുണ്ടെന്നും സിദ്ദിഖ് ഓർമ്മിപ്പിക്കുന്നു. അധികാര വടംവലിക്കിടയിൽ ഗ്രൂപ്പ് കളിച്ച് മറ്റാരെങ്കിലും ആ പദവിയിലേക്ക് കൊണ്ടുവരുന്നത് ജനങ്ങളോടുള്ള ചതിയാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. VD സതീശൻ എന്ന നേതാവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് സിദ്ദിഖ് പ്രകടിപ്പിക്കുന്നത്. ഒരു സാമുദായിക നേതാക്കളുടെയും തിണ്ണനിറങ്ങാത്ത, ആരുടെയും ഭീഷണിക്ക് വഴങ്ങാത്ത, മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരേയൊരു നേതാവാണ് സതീശൻ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നു. 100-ലധികം സീറ്റുകളിൽ വിജയിച്ച് UDF അധികാരത്തിൽ വരുമെന്നും ഇല്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നും ചങ്കുറ്റത്തോടെ പറഞ്ഞ നേതാവിനെ ജനങ്ങൾ ഹൃദയത്തോട് ചേർത്തു കഴിഞ്ഞു എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. കോൺഗ്രസ് നേതൃത്വത്തോടുള്ള സിദ്ദിഖിന്റെ താക്കീത് വളരെ വ്യക്തമാണ്. VD സതീശനെ അല്ലാതെ രാഹുൽ ഗാന്ധിയെ പോലും മുഖ്യമന്ത്രിയായി സങ്കല്പിക്കാൻ തങ്ങൾക്ക് കഴിയില്ലെന്ന് അദ്ദേഹം തുറന്നടിക്കുന്നു. പാർട്ടി നേതാക്കളുടെ മാത്രം അഭിപ്രായം നോക്കാതെ സാധാരണക്കാരായ ജനങ്ങളുടെ ആഗ്രഹം കൂടി പരിഗണിച്ച് ഉചിതമായ തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡ് തയ്യാറാകണം. അല്ലാത്ത പക്ഷം പാർട്ടി നേരിടേണ്ടി വരുന്ന തിരിച്ചടി പ്രവചനാതീതമായിരിക്കുമെന്ന് അദ്ദേഹം കുറിക്കുന്നു. കരുണാകരനെയും ഉമ്മൻചാണ്ടിയെയും ഇന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു സാധാരണ കോൺഗ്രസ് അനുഭാവിയുടെ അപേക്ഷയാണ് സിദ്ദിഖ് ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ എന്ന പേര് മാത്രമേ വരാവൂ എന്നും ജനനായകനായ അദ്ദേഹത്തെ തഴയുന്നത് ജനവികാരം തകർക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. മലയാള സിനിമയിലെ പ്രമുഖനായ ഒരു താരം ഇത്രയും ശക്തമായ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചത് കേരളത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കുന്നത്.